ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31ാമത് യോഗം തമിഴ്നാട്ടിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുക്കുന്നു. 4ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ സിംഗപ്പൂർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്നും ആവശ്യം. ബംഗ്ലാദേശ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത് 35 വർഷത്തെ ഇടവേളയ്ക്കു ശേഷം. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ന്യൂഡൽഹിയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഉത്തരാഖണ്ഡ് സന്ദർശനം പുരോഗമിക്കുന്നു. മസൂറിയിലുള്ള ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ 2024 ബാച്ചിന്റെ IAS പ്രൊഫഷണൽ കോഴ്സ് 2ാം ഘട്ടത്തിന്റെ സമാപന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ ഡെറാഡൂണിലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമിയിൽ പരിശീലനം നടത്തുന്ന 2025-27 ബാച്ച് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, റോയൽ ഭൂട്ടാൻ ഫോറസ്റ്റ് സർവീസ് ട്രെയിനി ഓഫീസർമാരെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്തിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31ാമത് യോഗം ചെന്നൈയ്ക്ക് സമീപം കോവളത്ത് പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അന്തർ സംസ്ഥാന സഹകരണം, സാമ്പത്തിക വളർച്ച, വ്യാവസായിക നിക്ഷേപം, ജലവിഭവ പങ്കിടൽ, അതിർത്തി തർക്കങ്ങൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും. 4ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, കേന്ദ്ര സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, കേന്ദ്ര സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവരുമൊപ്പമുണ്ടായിരുന്നു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തിയതായി ധനകാര്യ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സാമ്പത്തിക സഹകരണം, ഡിജിറ്റലൈസേഷൻ, കണക്ടിവിറ്റി, നൈപുണ്യ വികസനം, സുസ്ഥിരത എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്തു. ഇന്നലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി വിവിയൻ ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യ ജപ്പാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻജിറോ കൊയ്സുമിയും സംയുക്തമായാണ് യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തൽ, ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷ തുടങ്ങിയവ ചർച്ചയാകും. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ, വെസ്റ്റേൺ നേവൽ കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സഞ്ജയ് വാൽശായൻ എന്നിവരുമായി ജപ്പാൻ പ്രതിരോധ മന്ത്രി ചർച്ച നടത്തി. യോഗത്തിന് മുന്നോടിയായി ഇന്ന് രാവിലെ ജപ്പാൻ പ്രതിരോധ മന്ത്രി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. പ്രധാൻമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രകാരം നിർമ്മിച്ച 2,35,000 വീടുകളുടെ താക്കോൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് പറ്റ്നയിൽ കൈമാറി. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കുള്ള അനുമതി പത്രങ്ങളുടെ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. കൃഷി ജൻ കല്യാൺ സംവാദ് പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടി 2026ന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ലഫ്റ്റനന്റ് ഗവർണർ തരൺജീത് സിംഗ് സന്ധു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. ഉച്ചകോടിയുടെ പ്രധാന വേദികളിലും പ്രതിനിധികൾ സഞ്ചരിക്കുന്ന പാതകളിലും സുഗമമായ ഗതാഗതം, ശക്തമായ സുരക്ഷ, മികച്ച നഗരശുചിത്വം, അടിയന്തര വൈദ്യസഹായ സംവിധാനങ്ങൾ എന്നിവ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഏജൻസികൾക്കും അദ്ദേഹം നിർദ്ദേശം നൽകി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷപദം ജനകേന്ദ്രീകൃതവും മനുഷ്യത്വത്തിന് പ്രഥമ പരിഗണന നൽകുന്നതുമായിരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ്. സുസ്ഥിര ജീവിതശൈലി, വനവൽക്കരണം, കാലാവസ്ഥാ പ്രതിരോധം എന്നിവയിലാണ് ഇന്ത്യയുടെ ശ്രദ്ധയെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് രാജ്യം സദ്ഭാവന ദിനം ആചരിക്കുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. KPCC ആസ്ഥാനത്തും അനുസ്മരണ പരിപാടികൾ നടന്നു. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് നിലവിലെ ആഗോള യാഥാർത്ഥ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ സമിതി മാറേണ്ടതുണ്ടെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. അംഗത്വ വിപുലീകരണം വേണമെന്നും ഗ്ലോബൽ സൌത്ത് മേഖലയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ താൽക്കാലിക ചുമതലയുള്ള പ്രതിനിധി യോജന പട്ടേൽ വ്യക്തമാക്കി. India's position on reforms of the Security Council are well known. We seek an expansion in both categories with greater representation for the Global South. The need for reforming the Security Council is more pronounced and pressing than ever before. Our joint endeavour must be on appropriately equipping the UNSC to address contemporary and future challenges. The world of 1945 has changed beyond recognition. UN membership has grown fourfold since then. ബംഗ്ലാദേശിന്റെ പുതിയ പ്രസിഡന്റിനെ ഇന്ന് തെരഞ്ഞെടുക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണിവരെ പാർലമെന്റ് മന്ദിരമായ ജാതീയ സംസദിൽ എംപിമാർ വോട്ട് രേഖപ്പെടുത്തും. 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഭരണകക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പ്രതിനിധിയായി മിർസ ഫഖറുൽ ഇസ്ലാം ആലംഗീറും പ്രതിപക്ഷ സഖ്യ സ്ഥാനാർത്ഥിയായി കേണൽ ഒലി അഹമ്മദും തമ്മിലാണ് പ്രധാന മത്സരം. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ സർക്കാർ ആശുപത്രിയിലേക്ക് ആവശ്യമായ മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും കൈമാറി ഇന്ത്യ. അഫ്ഗാൻ ജനതയുമായുള്ള ദീർഘകാല ആരോഗ്യ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധികൾ നേരിടുന്ന അഫ്ഗാനിസ്ഥാന് മുൻപും ഇന്ത്യ വലിയ തോതിൽ മാനുഷിക മെഡിക്കൽ സഹായങ്ങൾ എത്തിച്ചു നൽകിയിട്ടുണ്ട്. യുക്രൈൻ തലസ്ഥാനമായ കീവിന് നേരെ റഷ്യ ഇന്നലെ രാത്രിയിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കീവിലെ 3 ജില്ലകളിലായി 12 കേന്ദ്രങ്ങളിൽ മിസൈലുകൾ പതിച്ചതായി യുക്രൈന്റെ അടിയന്തര സേവന വിഭാഗം അറിയിച്ചു. വീടുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. അതേസമയം റഷ്യയുടെ സൈനിക തന്ത്രപ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ച് യുക്രൈനും ആക്രമണങ്ങൾ ശക്തമാക്കി. ഇറാനെതിരെ പുതിയ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് പല അവസരങ്ങളും നൽകിയിരുന്നെങ്കിലും അവർ പരാജയപ്പെട്ടതായി ട്രംപ് വ്യക്തമാക്കി. ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കും സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. അതേസമയം ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ അമേരിക്ക പാലിക്കുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ലെന്നും ഇറാനും വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. വനിതാ സിംഗിൾസിൽ PV സിന്ധു ചൈനയുടെ 3ാം സീഡ് വാങ് ഷിയെ നേരിടും. പുരുഷ സിംഗിൾസിൽ ആയുഷ് ഷെട്ടി ഇന്തോനേഷ്യൻ താരത്തോട് ഏറ്റുമുട്ടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ക്വാർട്ടറിൽ കടന്നു. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വിജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യയ്ക്ക് പൂളിൽ ഒന്നാമതെത്തി അടുത്ത റൌണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. പുരുഷ വിഭാഗത്തിൽ ഇന്നലെ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി. ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിലും മുന്നറിയിപ്പ് നൽകി. ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. അതേസമയം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഓണക്കാലത്ത് സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഈ മാസം 30 വരെ RPFുമായി ചേർന്ന് റെയിൽവേ പോലീസ് സംയുക്ത പരിശോധനകൾ നടത്തും. പരാതികൾ റെയിൽവേ മദത് പോർട്ടൽ നമ്പരായ 139ലോ 9846200100 9846200150 എന്നിവയിലോ അറിയിക്കാം. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് അധിക സർവീസുകൾ നടത്തുമെന്ന് കൊച്ചി മെട്രോ റെയിൽ. ഈ മാസം 22, 24, 25 തീയതികളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ തിരക്കുള്ള സമയങ്ങളിൽ അധിക സർവീസുകൾ നടത്തും. ഞായറാഴ്ച 2 ട്രെയിനുകൾ കൂടുതലായി സർവീസ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31ാമത് യോഗം തമിഴ്നാട്ടിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുക്കുന്നു. 4ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ സിംഗപ്പൂർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്നും ആവശ്യം.
ബംഗ്ലാദേശ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത് 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ന്യൂഡൽഹിയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.